ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. എ ബി ഗോവിന്ദൻ മാസ്റ്ററാണ് അദ്ദേഹത്തിന് നൽകിയ ഇളവ് ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ശ്രീജിത്ത്, യഥാർത്ഥ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു വെളിപ്പെടുത്തൽ നമ്മോട് നടത്തിയത്? ഇത് കാരണം പാർട്ടിയുടെ നേതൃത്വതലത്തിലുള്ള ആളുകൾക്ക് അറിയാവുന്ന രഹസ്യം തന്നെയായിരിക്കുമല്ലോ ഇത്. SKN CPIMൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി നമ്മൾ സംസാരിച്ചത്. അദ്ദേഹവുമായിട്ടുള്ള സുദീർഘമായ സംഭാഷണത്തിനിടയ്ക്കാണ് ഈ കാര്യത്തിൽ ഉള്ള ചോദ്യം വന്നത്. അതായത് പ്രായപരിധി മാനദണ്ഡം കേരളത്തിലെ ഘടകങ്ങളിലടക്കം നടപ്പിലാക്കി വരികയാണ്. കണ്ണൂർ പാർട്ടി കോൺഗ്രസ്സാണ് പ്രായപരിധി മാനദണ്ഡം കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ട് 3 വർഷമായി. ഇതുവരെ നടന്ന എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും പ്രായപരിധി 75 വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പിലാക്കി. അപ്പോൾ പിണറായി വിജയന് ഇനിയും ആ ഇളവ് തുടരുമോ എന്നാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. എന്നാൽ പിണറായി വിജയന് ഇളവ് നൽകിയ പാർട്ടി കോൺഗ്രസ് തീരുമാനം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യവുമില്ല. കാരണം രാജ്യത്ത് തന്നെ ഇളവുള്ള ഏക നേതാവ് പിണറായി വിജയനാണ്. അദ്ദേഹമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഏക കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ നയിക്കുന്നത്, മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള അനുഭവ സമ്പത്തും ഭരണ മികവും ഒക്കെ കണക്കിലെടുത്ത് അദ്ദേഹത്തിന് ഇളവ് തുടരും എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതാദ്യമായാണ് MV ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊരു പ്രത്യേകമായ പ്രതികരണം നടത്തുന്നത്. അത് 24-ൻ്റെ അഭിമുഖത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. എന്നാൽ പാർട്ടിക്കകത്ത് പിണറായിക്ക് ഇളവ് നൽകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. കാരണം നമ്മൾ സൂചിപ്പിച്ച എല്ലാ കാരണങ്ങൾ കൊണ്ട് തന്നെ പിണറായി ഇളവിന് അർഹനുമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്, കേരളത്തിലെ പാർട്ടിയുടെ അവസാന വാക്കായി നിന്ന് പാർട്ടിയെ നയിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് തന്നെയുള്ള ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ പിണറായി ഇളവിന് അർഹനാണ്. ആ ഇളവിന് സംസ്ഥാന കമ്മിറ്റി സർവാത്മന തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. അതിൻ്റെ സൂചനയാണ് ഇപ്പോൾ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 24 നൽകിയ അഭിമുഖത്തിലൂടെ നടത്തിയിരിക്കുന്നത്. ശ്രീജിത്ത്, ഇതിപ്പോൾ ഇടത് സർക്കാരിൻ്റെ 3-ാം ഊഴത്തെപ്പറ്റി ശശി തരൂർ നടത്തിയ ഒരു പ്രസ്താവന കോൺഗ്രസിനകത്ത് UDF-നകത്തൊക്കെ വലിയ ചർച്ചയായതാണ്. അതിന് ചുവട് പിടിച്ച് ഇടതുമുന്നണി നേതാക്കൾ, പ്രത്യേകിച്ച് പിണറായി വിജയനും MV ഗോവിന്ദനും ഒക്കെ ഒരിക്കൽ കൂടി ഇടത് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് ഒരു ക്ലെയിം വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ MV ഗോവിന്ദൻ ഇത് വ്യക്തമാക്കുന്ന പശ്ചാത്തലത്തിൽ അടുത്ത തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി തന്നെ ആയിരിക്കും ആ പാർട്ടിയെ നയിക്കുക, അതിൻ്റെ പാർലമെന്ററി പാർട്ടിയെ നയിക്കുക എന്ന മട്ടിൽ തന്നെയല്ലേ MV ഗോവിന്ദൻ ഈ വിശദീകരണം നൽകുന്നത് ശ്രീജിത്തിന്റെ ചോദ്യത്തിന്? വിജയകുമാർ, പാർലമെന്ററി പാർട്ടിയെ നയിക്കുന്ന കാര്യത്തിൽ പിന്നീടാണ് തീരുമാനമെടുക്കുക. അതിനെപ്പറ്റി CPM ഇപ്പോൾ പറയുന്നത് അവരുടെ സംഘടനാ രീതി അനുസരിച്ചുള്ള പതിവുള്ള കാര്യമല്ല. എന്നാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നയിക്കുന്നത് CPMൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും ഇപ്പോൾ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നീട് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആരാണ് അതിന് നേതൃത്വം കൊടുക്കുക എന്ന കാര്യമൊക്കെ പിന്നീട് ഔപചാരികമായി തീരുമാനിക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിജയകുമാർ സൂചിപ്പിച്ച പോലെ എല്ലാ സാഹചര്യവും പിണറായി വിജയൻ അനുകൂലമാണ്. അദ്ദേഹം തന്നെയാണ് നയിക്കാൻ എല്ലാ സാധ്യതയും. ഇപ്പോൾ പാർട്ടി 2026 തെരഞ്ഞെടുപ്പിനെ ഒരു വലിയ വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ പോവുകയാണ്. ലോക സാഹചര്യവും ദേശീയ സാഹചര്യവും ഒക്കെ വിലയിരുത്തി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് തുടരേണ്ട ആവശ്യകത മുൻനിർത്തിയുള്ള ശക്തമായ പ്രചരണ പരിപാടികളിലേക്കും പ്രക്ഷോഭ പരിപാടികളിലേക്കൊക്കെ CPM പോകാൻ പോവുകയാണ്. പാർട്ടി സമ്മേളനത്തിന് ശേഷം, പാർട്ടി കോൺഗ്രസ് ശേഷം അത്തരം തീരുമാനത്തിലേക്ക് കടക്കുമെന്ന കാര്യവും ഈ അഭിമുഖത്തിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു വെല്ലുവിളി നിറഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ ഏറ്റവും അനുഭവ സമ്പത്തുള്ള നേതാവ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അത് പിണറായി വിജയൻ തന്നെയാണ്. ആ പിണറായി തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്നത്. പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പോകുന്നതും പിണറായി തന്നെയായിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. 75 തികഞ്ഞവർ ഈ പറയുന്ന രീതിയിൽ പ്രായപരിധി മാനദണ്ഡം ഉണ്ടാകുമെന്ന ഭരണഘടനാ ഭേദഗതി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സാണ് അംഗീകരിക്കുന്നത്. അത് പ്രകാരമാണെങ്കിൽ പിണറായി വിജയൻ, സുഭാഷ് അലി, കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് അടക്കമുള്ളവർ ഒഴിയേണ്ടതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ പിണറായി വിജയൻ മാത്രം അവിടെ നിൽക്കുക എന്നതിൽ CPM ഒരു പ്രശ്നം കാണുന്നില്ല അല്ലേ, രാജ്യത്തേക്ക് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്? ശ്രീജിത്ത്, തീർച്ചയായും ഹാഷ്മി, കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് CPIMൽ വലിയൊരു സ്ഥാനമുണ്ട്. കാരണം ബംഗാളിലും ത്രിപുരയിലും അധികാരം നഷ്ടമായ ശേഷം കേരളത്തിൽ മാത്രമാണ് CPIM നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിക്കുന്നത്. ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നയാളാണ് പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ. മാത്രമല്ല കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി, നേരത്തെ അച്യുതമേനോൻ സർക്കാരിൻ്റെ ശേഷം തുടർ സർക്കാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരായി CPM വിലയിരുത്തുന്നില്ല, ഇടത് സർക്കാരായി CPM വിലയിരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി തുടർഭരണം നേടിയ സർക്കാർ, ആ തുടർഭരണം നേടുന്ന സർക്കാരിന് നേതൃത്വം കൊടുത്തയാൾ, ആ തുടർഭരണ നേട്ടത്തിലേക്ക് പാർട്ടി എത്തിച്ചയാൾ എന്ന സ്ഥാനം പിണറായിക്ക് CPIMലുണ്ട്. അതുകൊണ്ട് ആർക്കും എഴുതിത്തള്ളാൻ കഴിയാത്ത ഒരു അനിഷേധ്യ ശക്തിയായി പിണറായി വിജയൻ CPIMനകത്ത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന് ഇളവ് ലഭിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് 75 വയസ്സ് പ്രായപരിധി തീരുമാനിക്കുമ്പോൾ
പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന അംഗവും മലയാളിയുമായ എസ് രാമചന്ദ്രൻപിള്ള അടക്കമുള്ള ആളുകളെല്ലാം ഈ പ്രായപരിധി മാനദണ്ഡത്തിൽ ഒഴിഞ്ഞു. അന്നും ഇളവ് ലഭിച്ചത് പിണറായി വിജയന് മാത്രമായിരുന്നു. ഇത്തവണ ഹാഷ്മി സൂചിപ്പിച്ച പോലെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് 7 പേരാണ് ഈ പ്രായപരിധി മാനദണ്ഡത്തിൽ ഒഴിയാൻ പോകുന്നത്. ആ 7 പേരിൽ ഒരാൾ പിണറായിയാണ്. പിണറായി ഒഴിച്ച് മറ്റ് 6 പേർ കൂടി ഒഴിയും. അതിൽ സുഭാഷിണി അലിയുണ്ട്, പ്രകാശ് കാരാട്ടുണ്ട്, ബൃന്ദ കാരാട്ടുണ്ട്, G രാമകൃഷ്ണനുണ്ട്, സൂര്യകാന്ത് മിശ്രയുണ്ട്, മാണിക് സർക്കാരുണ്ട്. അങ്ങനെ അടക്കം 6 പേരാണ് ഇത്തവണ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിയുന്നത്. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മറ്റ് നേതാക്കളും കേരളത്തിൽ നിന്നുള്ള PK ശ്രീമതി AK ബാലൻ അടക്കമുള്ള ആളുകളും പ്രായപരിധി മാനദണ്ഡത്തിൽ ഒഴിവാകും. എന്നാൽ പിണറായിക്ക് ഇവരിൽ നിന്ന് സവിശേഷമായ ഒരു പരിഗണന ലഭിക്കാൻ കാരണം കേരളത്തിലെ പാർട്ടിയെയും സർക്കാരിനെയും നയിക്കുന്നു, അതും തുടർഭരണമെന്ന ചരിത്ര നേട്ടം കൈവരിച്ചു. ഇനി മൂന്നാമതൊരു സർക്കാരിലേക്ക് കേരളത്തെ നയിക്കാൻ, കേരളത്തിലെ പാർട്ടിയെ നയിക്കാൻ കെൽപ്പുള്ള ഒരാൾ എന്നതാണ് പിണറായിക്ക് ഏറ്റവും അനുകൂലമായ ഘടകമായി മാറുന്നത്. സമ്മേളനങ്ങൾ പൂർത്തിയാക്കി സംസ്ഥാന സമ്മേളനം കടക്കാനിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പിണറായി വിജയന്റെ അപ്രമാദിത്വം കാണുന്നുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ ഈ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ ആദ്യഘട്ട സമ്മേളനങ്ങൾ കേട്ടു തുടങ്ങി. അതിനുശേഷം പിണറായി വളരെ ആക്റ്റീവായിട്ട് ഇറങ്ങി. പിന്നീട് എനിക്ക് തോന്നുന്നു ആ വിമർശനങ്ങൾ അത്ര ശക്തിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും പിണറായി വിജയൻ തന്നെയാണ് CPM-ന്റെ ഇപ്പോഴുമുള്ള ഒരുപക്ഷെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ ശക്തനായ നേതാവ് എന്ന നിലയ്ക്ക് തന്നെ നിൽപ്പാണ് ശ്രീജിത്ത്. ഹാഷ്മി, ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഇപ്പോൾ മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് നടക്കാൻ പോകുമ്പോൾ ഇതുവരെയുള്ള സമ്മേളനത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ എല്ലാ സമ്മേളനങ്ങളും ഏതാണ്ട് തീർത്തും സമാധാനപരമായ രീതിയിലാണ് അവസാനിച്ചത്. കൊല്ലത്തും അതോടൊപ്പം തന്നെ ആലപ്പുഴയിലും മറ്റു ചില പ്രദേശങ്ങളിലും ഈ തിരുവനന്തപുരത്തെ മംഗലപുരത്തുമൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ ഏരിയ സമ്മേളനങ്ങൾ മുതൽ ഇങ്ങോട്ട് സമ്മേളനങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള CPM-ന്റെ ചരിത്രം നോക്കിയാൽ പഴയ കാലത്തുണ്ടായതുപോലെയുള്ള വിഭാഗീയ പ്രശ്നങ്ങളോ മറ്റ് തരത്തിലുള്ള ഗ്രൂപ്പ് വൈര്യത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റുമുട്ടലുകളോ ഒന്നും ഉണ്ടായില്ല. ഏറ്റവും സമാധാനപരമായി പൂർത്തിയാക്കപ്പെട്ടൊരു സമ്മേളന കാലമാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഈ സമ്മേളനത്തിൽ കാലത്ത് CPM-ൽ നടക്കുന്നത്. അത് പിണറായി വിജയൻ കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ കൂടി ഇടപെടലുണ്ട്. അതായത് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലൊക്കെ തന്നെ പിണറായി പൂർണ്ണ സമയമാണ് ഇരുന്നത്. കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരത്ത് അദ്ദേഹം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ മാത്രം നിയോഗിക്കപ്പെട്ട നേതാവായിരുന്നു. എങ്കിൽ കൂടി അദ്ദേഹം ചർച്ചയിൽ പരമാവധി സമയം പൊതുചർച്ച നടക്കുമ്പോൾ ചർച്ചയിൽ വന്നിരുന്ന് ഈ ചർച്ചയിൽ വരുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കേൾക്കുകയും അത് കുറിച്ചെടുക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത്തരത്തിൽ പാർട്ടി ഈ ഭരണത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ പോലും സംഘടനാ ഉത്തരവാദിത്തങ്ങൾ തെല്ലും വിട്ടുവീഴ്ച ചെയ്യാത്ത ആളാണ്. അതിന് സമയം കണ്ടെത്തുന്ന ആളാണ് പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല.